മുടിയനായ പുത്രൻ. നിറസദസ്സിന് മുന്നിൽ KPSCയുടെ നിത്യഹരിത നാടകം മുടിയനായ പുത്രൻ വീണ്ടും അരങ്ങേറുന്നു. കുരമ്പാല പുത്തൻകാവിൽ ക്ഷേത്ര സപ്താഹത്തിൽ സപ്താഹത്തിന്റെ ഭാഗമായാണ് മെയ് 5 ഞായറാഴ്ച രാത്രി 8-ന് നാടകം അവതരിപ്പിക്കുക. 1957-ലാണ് തോപ്പിൽ ഭാസി രചനയും സംവിധാനവും നിർവഹിച്ച മുടിയനായ പുത്രൻ ആദ്യം വേദിയിലെത്തുന്നത്. ഭൂവുടമയിൽ അധിഷ്ഠിതമായ സാമൂഹിക രാഷ്ട്രീയ വ്യവസ്ഥിതിയിൽ തെമ്മാടിയാകേണ്ട വന്ന ആൾക്ക് സ്നേഹത്തിലൂടെ മാനസാന്തരം സംഭവിക്കുന്നതാണ് നാടകത്തിന്റെ പ്രമേയം. രാജ്കുമാർ എന്ന നടനാണ് ഇപ്പോൾ പ്രധാന കഥാപാത്രമായ കളീക്കൽ രാജന്റെ വേഷമിടുന്നത്. 20 വർഷം മുമ്പ് 22ാമത്തെ വയസ്സിൽ കളീക്കൽ രാജന്റെ വേഷമിട്ട് തുടങ്ങിയതാണ് രാജ്കുമാർ. മേഘദൂത് കുറുവ, കലേഷ്, നകുലൻ, കനിധർ യാദവ്, ഷെൽവി, KK വിനോദ്, അനിത ഷെൽവി, താമരക്കുളം മണി, സീതമ്മ വിജയൻ, സ്നേഹ എന്നിവരാണ് അരങ്ങിലെത്തുന്ന മറ്റു താരങ്ങൾ. ആർട്ടിസ്റ്റ് സുജാതനാണ് രംഗശില്പം നിർവഹിച്ചിരിക്കുന്നത്. ആലപ്പി വിവേകാനന്ദനാണ് പശ്ചാത്തല സംഗീതം. 1957-ലെ കേരളത്തിന്റെ സാമൂഹ്യ വ്യവസ്ഥിതി വ്യക്തമാക്കിയ നാടകത്തിന്റെ പുതിയ പതിപ്പ് പഴയ തലമുറയിലുള്ളവരെയും പുതിയ തലമുറയിലുള്ളവരെയും ഒരുപോലെ ആകർഷിക്കുന്നതാണ്. ചെപ്പുകിലുക്കണ ചങ്ങാതി, അമ്പിളിയമ്മാവ, താമരക്കുമ്പിളിൽ എന്തുണ്ട്, ഇല്ലിമുളം കാടുകളിൽ തുടങ്ങിയ ഗാനങ്ങൾ പുതിയ പതിപ്പിലും ഉണ്ട്. ന്യൂസ് ബ്യൂറോ, പന്തളം.